Dear students, Accountancy Chapter 1 Non-Profit Organization Income and Expenditure Account Part 1 Non-Profit Organizationൻ്റെ Income and Expenditure Account എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. കഴിഞ്ഞ ക്ലാസ്സുകളിൽ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്നുള്ളത് പഠിച്ചു. അതിൻ്റെ സ്റ്റെപ്സുകൾ ഏതൊക്കെയായിരുന്നു? ഏത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള സ്റ്റെപ്സുകൾ ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വൺ, ടേക്ക് ദ ഓപ്പണിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ഇൻ ഹാൻഡ് ആൻഡ് ക്യാഷ് അറ്റ് ബാങ്ക്. ടേക്ക് ഓൾ ക്യാഷ് റെസിപ്റ്റ്സ് whether it may be revenue nature or capital nature on debit side. Third step, take all expenses, all cash payments whether it may be revenue nature or capital nature on the credit side. Next step, exclude non-cash transactions, example depreciation, outstanding expense, outstanding income, prepaid as prepaid income. Last one, balance represents closing balance of cash in hand and cash at bank. ഇങ്ങനെയാണ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ഇനി എങ്ങനെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്? അതിനു മുമ്പ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെന്നുള്ളത് ജസ്റ്റ് ഒന്ന് നമുക്കിവിടെ റിവൈസ് ചെയ്യാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ രണ്ട് സൈഡുകളാണ് വരുന്നത്. എക്സ്പെൻസസ്, ഇൻകം. അതിൽ എല്ലാ എക്സ്പെൻസസും ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു, എല്ലാ ഇൻകം ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും? അത് ആഡ് ചെയ്യും. പ്രീപെയ്ഡ് എക്സ്പെൻസസും എമൗണ്ട് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അതൊക്കെ എന്ത് ചെയ്യും? ലെസ് ചെയ്യും. ഇനി അതിൻ്റെ അതുപോലെ തന്നെ നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്, അതായത് ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ്, ഡൗട്ട്ഫുൾ ഡെറ്റ്സ്, ഇതൊക്കെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അതിൻ്റെ നെറ്റ് റിസൾട്ട് എന്തിനാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ്. അപ്പോൾ നിങ്ങൾക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തെന്നുള്ളത് ഓർമ്മ വരുന്നുണ്ടായിരിക്കും. ഇനി ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് കിടക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണോ പ്രിപ്പയർ ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യേണ്ടത്. ഒരു മാറ്റവും ഇല്ല. വ്യത്യാസങ്ങളുള്ളത് എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ കോളം ഹെഡിങ്സ് നമ്മൾ ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ എന്ന് എഴുതുന്നു, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം എന്ന് എഴുതുന്നു. അത്രയും ആണ് കോളം ഹെഡിങ്സിൽ വരുന്ന മാറ്റം. എല്ലാ എക്സ്പെൻസസും, അതായത് റവന്യൂ നേച്ചറിൽ വരുന്ന എല്ലാ എക്സ്പെൻസസും ഡെബിറ്റ് സൈഡിൽ എഴുതും. എല്ലാ റവന്യൂ ഇൻകംസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതും. അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് ഇൻകം അതൊക്കെ ഉണ്ടെങ്കിൽ അത് അതാത് ഐറ്റത്തിനോട് കൂടി അഡ്ജസ്റ്റ് ചെയ്യും. പിന്നെ ഒരു വ്യത്യാസം എന്ന് പറയുന്നത് ഇത് ബാലൻസാണ്. ഇതൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനാണ്. അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള പർപ്പസോട് കൂടിയല്ല ഈ സ്ഥാപനം നടത്തിക്കൊണ്ടു പോകുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടുത്തെ റിസൾട്ടിനെ നമ്മൾ വിളിക്കുക സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. എപ്പോഴാണ് സർപ്ലസ് വരുന്നത്? ഇഫ് ദ ഇൻകം ഈസ് ഗ്രേറ്റർ ദാൻ expenditure, the balance will represent surplus. ഇനി എപ്പോഴാണ് ഡെഫിസിറ്റ് വരുന്നത്? ഇഫ് ദ എക്സ്പെൻഡിച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ദ ഇൻകം ഇറ്റ് റെപ്രസെൻറ്റ്സ് ഡെഫിസിറ്റ്. ഇത്രയും മാറ്റങ്ങളാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുമ്പോഴുള്ള വ്യത്യാസങ്ങൾ. വേറെ ഒരു മാറ്റവും ഇല്ല. ഡെബിറ്റ് സൈഡിൽ എക്സ്പെൻഡിച്ചർ എഴുതുന്നു, ക്രെഡിറ്റ് സൈഡിൽ ഇൻകം എഴുതുന്നു. ബാക്കി എഴുതുന്ന ഐറ്റംസ് എല്ലാം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എങ്ങനെ എഴുതുന്നു അതുപോലെ തന്നെയാണ്. റവന്യൂ ഐറ്റംസ് എല്ലാം എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുന്നു, റവന്യൂ ഇൻകംസ് ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുന്നു, പ്രീപെയ്ഡ് ഉണ്ടെങ്കിൽ ലെസ് ചെയ്യുന്നു. ബാലൻസ് എഴുതുമ്പോൾ വ്യത്യാസം വരും. ബാലൻസ് എന്ന് പറയുന്നത് ഏതാണ്? ഇൻകം സൈഡിലാണ് കൂടുതൽ വരുന്നതെങ്കിൽ അത് സർപ്ലസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു.
പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലാണെങ്കിലോ അത് നെറ്റ് പ്രോഫിറ്റ് എന്ന് എഴുതും. എക്സ്പെൻഡിച്ചർ സൈഡിലാണ് കൂടുതൽ വരുന്നെങ്കിൽ അത് ഡെഫിസിറ്റ് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നു. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആണെങ്കിൽ അതിനെ നെറ്റ് ലോസ് എന്ന് വിളിക്കും. ഇതാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും തമ്മിലുള്ള ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി ശ്രദ്ധിക്കാനുള്ള കാര്യം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? നമുക്ക് ട്രയൽ ബാലൻസ് തന്നിട്ടുണ്ടായിരിക്കും. ആ ട്രയൽ ബാലൻസിൽ നിന്നും റവന്യൂ നേച്ചറിൽ വരുന്ന ഐറ്റംസാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുക. ക്യാപിറ്റൽ നേച്ചറിൽ വരുന്ന ഐറ്റംസ് എല്ലാം എവിടെ എഴുതും? ബാലൻസ് ഷീറ്റിൽ എഴുതും. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നമ്മൾ വായിച്ചു നോക്കുന്നു. അതിൽ റവന്യൂ നേച്ചറിൽ വരുന്ന ഐറ്റംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്നു. ക്യാപിറ്റൽ നേച്ചറിൽ വരുന്ന ഐറ്റംസ് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നു. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിൽ റവന്യൂ നേച്ചറിൽ വരുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ എഴുതുന്നു, ക്യാപിറ്റൽ നേച്ചറിലുള്ളത് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതോ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിൽ റവന്യൂ നേച്ചറിൽ വരുന്ന ഐറ്റംസ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുന്നു, ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നത് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നു. അപ്പം നമുക്കറിയണം ഇതിൽ ഏതൊക്കെയാണ് റവന്യൂ നേച്ചറിൽ വരുന്നത്, ഏതൊക്കെയാണ് ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നത്. ഇതിൻ്റെ ഒരു ടേബിൾ നിങ്ങൾക്ക് നേരത്തെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ അതിൻ്റെ നോട്ട്സ് തന്നിട്ടുണ്ടായിരുന്നു. സം പെക്യുലിയർ ഐറ്റംസ് റിലേറ്റഡ് വിത്ത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞ് കുറച്ച് ഐറ്റംസ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലേതൊക്കെയാണ് റവന്യൂ നേച്ചറിൽ വരുന്നത്, ഏതൊക്കെയാണ് ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നതെന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അത് വായിച്ച് പഠിച്ചതിന് ശേഷം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുക. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഏതാണ് റവന്യൂ നേച്ചറിൽ വരുന്നത്, ഏതാണ് ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കുറേ ഐറ്റംസൊക്കെ നമുക്കറിയാം. ഒരു ട്രേഡിംഗ് ഓർഗനൈസേഷനിലെ പോലെ തന്നെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വരുന്നത്. പക്ഷേ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷന് സ്പെഷ്യലായിട്ട് വരുന്ന കുറച്ച് ഐറ്റംസ് ഉണ്ട്. അതായത് സബ്സ്ക്രിപ്ഷൻ, ലെഗസീസ്, ലൈഫ് മെമ്പർഷിപ്സ്, അങ്ങനെ വരുന്ന ഐറ്റംസ് അത് നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, നോട്ടിൽ എഴുതി തന്നിട്ടുണ്ട്. അതിലേതാണ് ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നത്, അതേതാണ് റവന്യൂ നേച്ചറിൽ വരുന്നത്, അത് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിക്കണം. അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് ഒന്നും കൂടി നമുക്കിവിടെ റിവൈസ് ചെയ്യാം. അതിനുശേഷം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കാം. സബ്സ്ക്രിപ്ഷൻ, അതായത് വരിസംഖ്യയാണ്. എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും നമ്മളത് കളക്ട് ചെയ്യും. അതുകൊണ്ട് ഏതാണ്? റവന്യൂ ആണ്. ഇൻകം സൈഡിൽ എഴുതും. ഡൊണേഷൻ ഫോർ ജനറൽ പർപ്പസ്, അത് റവന്യൂ ആണ്. ഇൻകം സൈഡിൽ എഴുതുന്നു. ഡൊണേഷൻ ഫോർ സ്പെസിഫിക് പർപ്പസ്, സ്പെസിഫിക് പർപ്പസ് ആണെങ്കിൽ അത് ക്യാപിറ്റലായിട്ട് എടുക്കുന്നു. ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ ക്യാപിറ്റൽ എന്നല്ല, ക്യാപിറ്റൽ നേച്ചർ എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അത് ബാലൻസ് ഷീറ്റിൽ എഴുതുന്നു. ലെഗസീസ് ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണ്. ചെറിയ എമൗണ്ട്സ്, ഇഫ് സ്മോൾ എമൗണ്ട് ട്രീറ്റഡ് ആസ് ഇൻകം, ചെറിയ എമൗണ്ടൊക്കെ ആണെങ്കിൽ ഇൻകമായിട്ട് ട്രീറ്റ് ചെയ്യാം. ലൈഫ് മെമ്പർഷിപ്പ് ഫീസ് ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നതാണ്. എൻട്രൻസ് ഫീസ് ഓർ അഡ്മിഷൻ ഫീസ് സ്കൂളൊക്കെ ആവുമ്പോൾ എല്ലാ വർഷവും അത് റിപ്പീറ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സ്കൂളുകാരെ സംബന്ധിച്ചിടത്തോളം എൻട്രൻസ് ഫീസ് ഇൻകമായിട്ടാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. ക്ലബ്ബുകളെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രാവശ്യം അത് കളക്ട് ചെയ്യുള്ളൂ. നോൺ റിക്കറിങ് നേച്ചറിൽ വരുന്നതാണ്. അതുകൊണ്ട് അത് ക്യാപിറ്റൽ നേച്ചറിലാണ് ബാലൻസ് ഷീറ്റിൽ എഴുതാം. ഗവൺമെൻറ് ഗ്രാൻഡ് ജനറൽ പർപ്പസിനുള്ളതാണെങ്കിൽ റവന്യൂ സൈഡിൽ എഴുതുക, റവന്യൂ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. ഇൻകം സൈഡിൽ എഴുതുക. സെയിൽ ഓഫ് ഗ്രാസ് അത് റവന്യൂ ആണ്. ഇൻകം സൈഡിൽ എഴുതുക. ഒണേറിയം റവന്യൂ നേച്ചറിലുള്ളതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ സൈഡിൽ എഴുതുക. അതുപോലെ ഗവൺമെൻറ് ഗ്രാൻഡ് സ്പെസിഫിക് പർപ്പസിനുള്ളതാണെങ്കിൽ ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണ്. ലയബിലിറ്റി സൈഡിൽ എഴുതുന്നു. എൻഡോമെൻറ്റ് ഫണ്ട് ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണ്. ലയബിലിറ്റി സൈഡിൽ എഴുതുന്നു. സെയിൽ ഓഫ് ഫിക്സ്ഡ് അസറ്റ്സ് ക്യാപിറ്റൽ നേച്ചറിലുള്ളതാണ്. സെയിൽസ് ഫിക്സ്ഡ് അസറ്റ്സ് സെയിൽ നടത്തുമ്പോൾ കിട്ടുന്ന എമൗണ്ട് നമ്മൾ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിൽ എഴുതും. അതിൻ്റെ പ്രോഫിറ്റ് ഓർ ലോസ് ഇത് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രോബ്ലം ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. സെയിൽ ഓഫ് ഓൾ ന്യൂസ് പേപ്പർ പീരിയോഡിക്കൽസ് റവന്യൂ നേച്ചറിലുള്ളതാണ്. ഇൻകം സൈഡിൽ എഴുതുക. സ്റ്റേഷനറി കൺസ്യൂം റവന്യൂ നേച്ചറിലുള്ളതാണ്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ വരുന്ന പെക്യുലർ ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് റിവൈസ് ചെയ്തും അതിലേതാണ് റവന്യൂ നേച്ചറിൽ വരുന്നത്, ഏതാണ് ക്യാപിറ്റൽ നേച്ചറിൽ വരുന്നത് കണ്ടോ.
അപ്പോൾ അത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ അതിൽ റവന്യൂ നേച്ചറിൽ വരുന്ന ഐറ്റംസ് മാത്രമേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ എൻ്റർ ചെയ്യാവൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. അതുകൂടാതെ അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ നിങ്ങൾ അഡ്ജസ്റ്റ്മെൻറ്റ് എഴുതിയിരുന്നല്ലോ, അങ്ങനെയുള്ള അഡ്ജസ്റ്റ്മെൻറ്റിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കൂടി അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്താണ്, അതിൻ്റെ സ്റ്റെപ്സുകൾ ഏതൊക്കെയാണെന്നുള്ളത് നമുക്ക് നോക്കാം. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് എ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർഡ് ഓൺ അക്രൂവൽ ബേസിസ്. അക്രൂവൽ ബേസിസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കഴിഞ്ഞ വർഷം പഠിച്ചേക്കുന്നതാണ്. അതായത് നമ്മളവിടെ ആ വർഷം എക്സ്പെൻഡിച്ചറും ഇൻകം നമുക്ക് വന്നിട്ടുണ്ടോ, അക്രൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ളതാണ്. ക്യാഷ് മേടിച്ചോ ഇല്ലേ എന്നുള്ളത് നമുക്കവിടെ വിഷയമല്ല. അതാത് വർഷത്തെ ഇൻകം എക്സ്പെൻഡിച്ചറും ആ വർഷത്തെ അക്കൗണ്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്യണം. ഈ ഒരു ബേസിസിലാണ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് ആഡ് ചെയ്യുന്നതും പ്രീപെയ്ഡ് ലെസ് ചെയ്യുന്നതും. അത് കഴിഞ്ഞ വർഷം നിങ്ങൾ പഠിച്ചതാണ്, അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി റവന്യൂ ഐറ്റംസ്. അതായത് റവന്യൂ നേച്ചറിൽ വരുന്നത് മാത്രമേ എഴുതാവൂ. ക്യാപിറ്റൽ നേച്ചറിൽ വരുന്ന ഒരു ഐറ്റം ഇവിടെ എഴുതാൻ പാടില്ല. എല്ലാം എവിടെ എടുത്തിരിക്കണം, ബാലൻസ് ഷീറ്റിൽ എഴുതിയിരിക്കണം. ഓൾ ദ റവന്യൂ ഐറ്റംസ് റിലേറ്റിംഗ് ടു ദ കറൻറ്റ് പീരീഡ് ആർ ഷോൺ ഇൻ ദിസ് അക്കൗണ്ട്. കറൻറ്റ് പീരീഡ് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. കറൻറ്റ് പീരീഡ് ആണോ, പ്രീവിയസ് പീരീഡ് ആണോ, സക്സസിങ് പീരീഡ് ആണോ, അതൊന്നും നോക്കേണ്ട കാര്യമില്ല. എല്ലാം റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് എഴുതിയിരുന്നു എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ എന്താ ശ്രദ്ധിക്കേണ്ടത്, കറൻറ്റ് പീരീഡിലെ എക്സ്പെൻസസും ഇൻകം മാത്രമേ എഴുതാവൂ. ബാക്കി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കളയണം. മനസ്സിലായല്ലോ? അതുകൊണ്ടാണ് ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസും ഔട്ട്സ്റ്റാൻഡിങ് ഇൻകൊക്കെ ആഡ് ചെയ്യും ലെസ് ചെയ്യുക ചെയ്യുന്നത്. The expenses and losses are shown on the expenditure side and income and gains are shown on the income side. നേരത്തെ പറഞ്ഞതാണ്. It is prepared with the help of receipts and payments account along with additional information regarding outstanding and prepaid expenses and depreciation etc. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, ട്രയൽ ബാലൻസിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. പക്ഷേ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതോ റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് അലോങ് വിത്ത് അഡീഷണൽ ഇൻഫോർമേഷൻ. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ കൂടെ നമ്മൾ എന്തുകൂടി കൺസിഡർ ചെയ്തിരിക്കണം, അഡീഷണൽ ആയിട്ട് തന്നിരിക്കുന്ന ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് ഇൻകം, നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആയ ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻസ്, ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തതിന് ശേഷമായിരിക്കണം ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദ ബാലൻസ് അറ്റ് ദ എൻഡ് റെപ്രസെൻറ്റ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ്സ്. ഇപ്പോൾ എല്ലാം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ എക്സ്പെൻഡിച്ചർ സൈഡും ഇൻകം സൈഡ് ബാലൻസ് ചെയ്യാം. ബാലൻസ് ചെയ്യുമ്പോൾ ഇൻകം സൈഡ് കൂടുതൽ വരാണെങ്കിൽ അത് സർപ്ലസിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. എക്സ്പെൻഡിച്ചർ സൈഡിലാണ് കൂടുതൽ വരുന്നതെങ്കിൽ അത് ഡെഫിസിറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇനി അതിൻ്റെ സ്റ്റെപ്സ് നോക്കാം. സ്റ്റെപ്സ് ഇൻ ദ പ്രിപ്പറേഷൻ ഓഫ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്. ഫസ്റ്റ് വൺ, റീഡ് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ട് റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ട് നന്നായി വായിച്ച് നോക്കാം. സെക്കൻഡ് വൺ, എക്സ്ക്ലൂഡ് ദ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് എന്താ, റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിലെ ഓപ്പണിംഗ് ആൻഡ് ക്ലോസിംഗ് ബാലൻസ് ഓഫ് ക്യാഷ് ആൻഡ് ബാങ്ക് അത് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കണം. കാരണം ക്യാഷും ബാങ്കും ഒക്കെ നമ്മൾ എവിടെ എഴുതാം, ബാലൻസ് ഷീറ്റിലാണ് എഴുതാം. അതുകൊണ്ട് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ക്യാഷിൻ്റെയും ബാങ്കിൻ്റെയും ഓപ്പണിംഗ് ബാലൻസും ക്ലോസിംഗ് ബാലൻസും ഒഴിവാക്കിയിരിക്കണം. തേർഡ് വൺ, എക്സ്ക്ലൂഡ് ദ ക്യാപിറ്റൽ റിസീവ്സ് ആൻഡ് ക്യാപിറ്റൽ പേയ്മെൻറ്റ്സ്. ക്യാപിറ്റൽ നേച്ചറിൽ വരുന്ന എല്ലാ ഐറ്റംസും ഒഴിവാക്കുക. ക്യാപിറ്റൽ നേച്ചറിൽ വരുന്ന ഐറ്റംസ് ഏതൊക്കെയാണെന്ന് നിങ്ങൾക്ക് അറിയാലോ, ആ ടേബിളിലുണ്ട്, അത് നന്നായി വായിച്ച് മനസ്സിലാക്കുക. ഫോർത്ത് വൺ, ടേക്ക് ദ റവന്യൂ റിസീവ്സ് ഓൺ ഇൻകം സൈഡ് ആൻഡ് റവന്യൂ എക്സ്പെൻസസ് ഓൺ എക്സ്പെൻഡിച്ചർ സൈഡ് വിത്ത് ഡ്യൂ അഡ്ജസ്റ്റ്മെൻറ്റ്സ്. എല്ലാ റവന്യൂ നേച്ചറിൽ വരുന്ന റിസീവ്സും എക്സ്പെൻസസും എടുക്കാം. ഡ്യൂ അഡ്ജസ്റ്റ്മെൻറ്റ് നമ്മൾ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഔട്ട്സ്റ്റാൻഡിങ് ഇൻകം, പ്രീപെയ്ഡ് എക്സ്പെൻസ്, പ്രീപെയ്ഡ് ഇൻകം അതുണ്ടല്ലോ, അതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് വൺ, ടേക്ക് ദ അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഓഫ് ഡിപ്രീസിയേഷൻ, പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. അത് നിങ്ങൾ പ്രോഫിറ്റ് ലെസ് അക്കൗണ്ടിൽ എഴുതാറുള്ള പോലെ തന്നെ ഇവിടെ എഴുതാം. സിക്സ്ത് വൺ, ബാലൻസ് റെപ്രസെൻറ്റ് സർപ്ലസ് ഓർ ഡെഫിസിറ്റ് വിച്ച് ഇസ് ട്രാൻസ്ഫേർഡ് ടു ക്യാപിറ്റൽ ഫണ്ട് വിച്ച് ഇസ് ടു ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു, സർപ്ലസ് ഓർ ഡെഫിസിറ്റ്.
ഇനി അത് ട്രാൻസ്ഫർ ചെയ്യുന്നത് എവിടേക്കാന്ന് നോക്കിയിരിക്കുകയും വിച്ച് ഈസ് ട്രാൻസ്ഫേർഡ് ടു ദ ക്യാപിറ്റൽ ഫണ്ട് വിച്ച് ഈസ് ടു ബി ഷോൺ ഇൻ ദ ബാലൻസ് ഷീറ്റ്. ക്യാപിറ്റൽ ഫണ്ട് എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ നിങ്ങൾ നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്തിരുന്നത്? ക്യാപിറ്റലിലേക്കാണ്. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റലിന് പകരം ഉപയോഗിക്കുന്ന ടേമാണ് ക്യാപിറ്റൽ ഫണ്ട്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ട്രേഡിംഗ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അവർ ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെ ക്യാപിറ്റൽ എന്ന് വിളിക്കുന്നു. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അതിനെന്ത് വിളിക്കും? ക്യാപിറ്റൽ ഫണ്ട് എന്ന് വിളിക്കും. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ കിട്ടുന്ന നെറ്റ് പ്രോഫിറ്റ് അല്ലെങ്കിൽ നെറ്റ് ലോസ് എവിടേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുക? ക്യാപിറ്റലിലേക്ക്. അതേപോലെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് ആയിരിക്കും. അതെവിടേക്ക് ട്രാൻസ്ഫർ ചെയ്യണം? ക്യാപിറ്റൽ ഫണ്ടിലേക്കാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അപ്പോൾ ആ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ ആണെങ്കിൽ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ ഫണ്ട് ആയിരിക്കും. ട്രേഡിംഗ് ഓർഗനൈസേഷനിൽ നെറ്റ് റിസൾട്ട് നെറ്റ് പ്രോഫിറ്റ് ഓർ നെറ്റ് ലോസ് ആയിരിക്കും. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആണെങ്കിൽ അത് ഏതായിരിക്കും? സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. അപ്പോൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊന്നും കൂടി ജസ്റ്റ് ഒന്ന് പറയാം. അതായത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തിരുന്നത് അതേപോലെ തന്നെയാണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. എല്ലാ എക്സ്പെൻസസും ഡെബിറ്റ് സൈഡിൽ എഴുതുന്നു, എല്ലാ ഇൻകം ക്രെഡിറ്റ് സൈഡിൽ എഴുതുന്നു. അതുപോലെ തന്നെ കറൻറ്റ് പീരീഡിലെ ഐറ്റംസ് മാത്രമേ ഇവിടെ കൺസിഡർ ചെയ്യാവൂ. അഡ്ജസ്റ്റ്മെൻറ്റ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്യുകയോ ലെസ് ചെയ്യുകയോ വേണം. അതുപോലെ തന്നെ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തുകൊണ്ടാണ്? റെസിപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് അക്കൗണ്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതിൻ്റെ ബാലൻസ് എന്ന് പറഞ്ഞത് എന്തായിരിക്കും? സർപ്ലസ് ഓർ ഡെഫിസിറ്റ്. ഈ സർപ്ലസ് ഓർ ഡെഫിസിറ്റ് എവിടെയാണ് ട്രാൻസ്ഫർ ചെയ്യേണ്ടത്? ക്യാപിറ്റൽ ഫണ്ട്. ക്യാപിറ്റൽ ഫണ്ട് എവിടെയായിരിക്കും കാണിക്കുക? ബാലൻസ് ഷീറ്റിലായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഓർക്കേണ്ടത്. ഇനി നമുക്ക് കൂടുതലായിട്ട് പ്രോബ്ലത്തിലൂടെ പഠിക്കാം.